കോളിഫ്ലവർ ഉണ്ടോ? കോളിഫ്ലവർ ഇല്ല. മഷ്റൂം? കോൺ ഇല്ല. ക്യാപ്സിക്കം? അതെന്തോന്നാ? അത് ശരി, ക്യാപ്സിക്കം എന്താണെന്ന് പോലും അറിയില്ല. ഈ ഓണം കയറ മൂലയിൽ കിടന്ന് നമ്മൾ വലയുമെന്നാ തോന്നുന്നത്. നമുക്ക് ഇടുക്കി പോയി നോക്കാം സാർ. ഇടുക്കിയിലേക്ക് ഇവിടുന്ന് 10-60 കിലോമീറ്റർ ഉണ്ടോ? അത്രയും ദൂരം ദിവസേന കാർ ഓടിച്ച് പോകുന്നത് അങ്ങനെ? സാറുമാരെവിടുന്നാ? സിനിമ കാണാറുണ്ടോ? വല്ലപ്പോഴും. വല്ലപ്പോഴും. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോന്ന് അറിയില്ല, എങ്കിലും പറയാം. പപ്പൻ കുടമാളൂർ എന്ന പേര് സ്ക്രീനിൽ കണ്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? പപ്പൻ കുടമാളൂർ ഉണ്ട് സാർ, ഓർക്കുന്നുണ്ട്. അത് ഞാനാ, ഫിനാൻസ് കൺട്രോളർ. വെരി പൂവർ പയ്യന്മാർ. അതെ, 200 പേർക്കുള്ള അരിയും പലവ്യഞ്ജനങ്ങളും ഒരു മാസത്തേക്ക് വേണം. ഇവിടെ അടുത്തുള്ള നെല്ലിമറ്റത്ത് ഒരു പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. സിനിമ ഷൂട്ടിംഗ്? അതെ. ക്വാളിറ്റി സ്റ്റഫ് ആയിരിക്കണം. ബിരിയാണി റൈസും വേണ്ടി വരും. പിന്നെ അച്ഛനാമോട്ടോ, ടൊമാറ്റോ കച്ചപ്പ്, സോയാ സോസ്, വിനാഗിരി, അങ്ങനെ എല്ലാ സാധനങ്ങളും വേണം. എടാ, നെല്ലിമറ്റത്ത് സിനിമ ഷൂട്ടിംഗ് വരാൻ പോണെന്ന്. മലയാളം പറയണോ സാർ? നല്ല റസല് മലയാളം. ആരൊക്കെ സാർ അഭിനയിക്കുന്നത്? വലിയ വലിയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ നാട്ടിൽ ഷൂട്ടിംഗ് ആദ്യമായിട്ടാ. അതറിയാം. സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെയൊക്കെ സഹകരണമുണ്ടെങ്കിൽ തുടർന്നും ധാരാളം സിനിമകൾ ഇനിയും ഇവിടെ ചിത്രീകരിക്കും. എന്തൊക്കെ ഐറ്റംസ് ആണ് വേണ്ടതെന്ന് എഴുതി തന്നാൽ എല്ലാം ഞാൻ എത്തിക്കാം സാർ. ഓക്കെ. ബഷീർ, അഡ്വാൻസ് വച്ചോളൂ. എന്നാണ് സാർ ഷൂട്ടിംഗ് തുടങ്ങുന്നത്? 2 ദിവസത്തിനകം. മദ്രാസിൽ നിന്ന് യൂണിറ്റ് പുറപ്പെട്ടു കഴിഞ്ഞു. ഒന്ന് ചോദിച്ചോട്ടെ, ഈ മേലുകാവ് ജംഗ്ഷനിലൊക്കെ വന്നിട്ടുള്ള സിനിമയിലുള്ള എന്തോ ഒരാളുണ്ടല്ലോ, ഈ കുടമാളൂരോ മറ്റോ? പപ്പനാണോ? അതെ അതെ അതെ. അകത്തുണ്ടല്ലോ. ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങോട്ട് ചെന്നാ മതി. വാസു, ആ തീയലിനുള്ള ചേരെടുത്ത് വെള്ളത്തിലിട്ടോ. കൂട്ടുകാരി താളിച്ചോ? പായസത്തിന്റെ ചെമ്പുതോരെ കഴുകിക്കൊണ്ട് വന്നില്ലേ? ഉസ്മാനെ കൊണ്ട് വിളിക്കും. അവനോട് ആ തേങ്ങ എടുത്ത് ചിരവാൻ പറ. എവിടെ? ഇനി അത് ഞാൻ തന്നെ ചെയ്യണം. ആരാ? എന്ത് വേണം? ഞാൻ മേലുകാവ്. പണി അന്വേഷിച്ച് വന്നാണെങ്കിൽ അവിടെ ഇരിക്കുന്ന പാത്രങ്ങൾ കണ്ടല്ലോ, അതെടുത്ത് പൈപ്പിന്റെ മൂട്ടിക്കൊണ്ടുപോയി വൃത്തിയായിട്ട് കഴുകിവെക്കും. തിന്നാൻ വല്ലതും തരും, ശമ്പളം ഒന്നും കിട്ടില്ല. ഞാൻ പണിക്ക് വന്നതല്ല. പിന്നെ നിങ്ങളുടെ പടത്തിൽ അഭിനയിക്കുന്ന അശോക് രാജ് സാറും ഞാനും 10-25 കൊല്ലം മുമ്പ് പരിചയക്കാരാണ്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. സുധാര, രവി, 25 കൊല്ലം മുമ്പ് അശോക് രാജ് സാറിനെ പരിചയമുള്ള ഒരാള് വന്ന് നിൽക്കുന്നേ, കണ്ടെങ്കിൽ വാ. അയ്യോ, ഇങ്ങനെ നിന്നാങ്ങനെ. സാർ ഇരുന്നാട്ടെ. ഇരിക്കുന്നില്ല, സാറിനെ ഒന്ന് കാണാൻ. വളരെ എളുപ്പമാണ്. ധനസഹായത്തിനാണെങ്കിൽ വരുന്നവർക്കൊക്കെ വാരി കോരിയ സാറ് കൊടുക്കുന്നത്. പരിചയക്കാരനാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇയാളാണോ അശോക് രാജ് സാറിന്റെ പരിചയക്കാരൻ? എന്താ നിനക്ക് പിടിച്ചില്ലേ? എന്താ ഇയാൾക്ക് വേണ്ടത്? അശോക് രാജ് സാറിനെ കാണണം, പരിചയം പുതുക്കി കെട്ടിപ്പിടിക്കണം. പിന്നെ സാറ് വല്ലതും കൊടുക്കുകയാണെങ്കിൽ അതും വാങ്ങി അങ്ങ് പോണം. കാണാൻ ചെല്ലുന്നവർക്ക് സാധാരണ സാറ് കൊടുക്കുന്നത് നല്ല അടിയാണ്. ഗസ്റ്റ് ഹൌസിൽ സ്വയമില്ല, ഷൂട്ടിംഗ് സ്ഥലത്ത് സ്വയമില്ല.